അച്ഛമ്മേ എന്റെ മോൾക്കൊന്നും പറ്റില്ലല്ലോ. ഓ, സന്തോഷമായി. മോനെ, എവിടുന്നാ എന്റെ കുഞ്ഞിനെ കിട്ടിയത്? സാഗറിന്റെ വീട്ടിൽ നിന്ന്. സാഗറും രാഖിയും ചേർന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ആദ്യം മറ്റൊരാളിനെയാണ് വന്ദന സംശയിച്ചത്. രാത്രി ഒരു എസ്റ്റേറ്റ് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. പിന്നെ രാഖിയെ തേടി ഞങ്ങൾ അവിടെയും പോയി. ആദ്യം സാഗർ രാഖിയെ ഏറ്റില്ല. പിന്നെ ഞാനും അതിൻ്റെ നിലപാടൊന്നും മാറ്റിയപ്പോൾ അവർക്ക് കുട്ടിയെ വിട്ടു തരേണ്ടി വന്നു. ഇവിടെയും ജഗൻ സഹായിക്കാൻ എത്തിയല്ലോ. ജഗനില്ലായിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് മോളെ തിരിച്ചു കിട്ടില്ലായിരുന്നു. നന്ദിയുണ്ട് മോനെ. നന്ദി പറയേണ്ടത് ദൈവത്തോടാണമ്മേ. അപകടം നിറഞ്ഞ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ദൈവമോളെ തിരയേണ്ടി വന്നു. ആപത്തൊന്നും കൂടാതെ ഞങ്ങളും ജീവനോടെ ദൈവമോളം തിരിച്ചെത്തിയത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആയിരിക്കാം. പക്ഷേ ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്തത് മോന. മോനെ, നിനക്കെപ്പോഴും നല്ലതേ വരൂ. എടാ, ദിയമോളെ കിട്ടിയതിൽ നമുക്കേ ഉള്ളു സന്തോഷം. പ്രകാശും മനോജും ഒക്കെ കുംഭകർണ സേവയില. അവരുടെ ഉറക്കം കെടുത്തണോ? ചേടാ, ഉറങ്ങാനും സമ്മതിക്കല്ലോ. നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ കൊട്ടും പാട്ടും തുടങ്ങി. ഒരു ഗർഭിണി ഉണ്ടെന്നുള്ള വിചാരം വേണ്ടേ? ദിയമോളെ കാണാതെ എല്ലാരും വിഷമിച്ചിരിക്കുമ്പോ നമ്മൾ ഇങ്ങനെ കയറി പോകുന്നത് ശരിയായില്ല. ക്ഷീണം കൊണ്ടാ ഞാൻ വന്ന് കിടന്നത്. നിനക്കെങ്കിലും പോയി കുട്ടിയെ തരയായിരുന്നു. എന്റെ ഹരിക്കുട്ടി, ഒരു മനുഷ്യന് വേണ്ട ശരാശരി ഉറക്കം 8 മണിക്കൂറാണ്. ഗർഭിണികൾക്ക് അതിൽ കൂടുതൽ സമയം വേണം. പിന്നെ നിനക്കറിയില്ലേ, എനിക്ക് ഉറക്കൊഴിഞ്ഞ തലവേദന എടുക്കും. പക്ഷെ ദിയമോൾ ഈ കുടുംബത്തിലൊരു അംഗമാ, അത് മറക്കരുത്. അതൊക്കെ ശരി തന്നെയാ. ഇവിടുത്തെ ജീവിതം എടുത്തപ്പോ ദിയ നാട് വിട്ടതായിരിക്കും. ഇങ്ങനെയൊക്കെ പറയാവോ? ഇവിടുത്തെ അന്തരീക്ഷമായി പൊരുത്തപ്പെട്ടു പോകാൻ വയ്യാതായപ്പോ അവൾ സ്വയം രക്ഷപ്പെട്ടു. ചിലപ്പോ കുട്ടിയെ കിട്ടിക്കാണും. വാ, നമുക്ക് ചെന്ന് നോക്കാം. എഴുന്നേക്ക്.
അച്ഛാ അച്ഛാ എണീക്ക് അച്ഛാ. അച്ഛാ എണീക്ക്. ബിനു അങ്കിള് കലാപരിപാടി തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഇത്ര രാവിലെയോ? മിണ്ടാണ്ട് കിടക്കടാ. ഓ, അവൻ തല്ലി കൊല്ലും നാശം. സ്വസ്ഥായിട്ടൊന്നും കിടന്നുറങ്ങാനും പറ്റില്ല എന്ന് വെച്ചാ. അച്ഛാ ഇന്നലെ രാത്രി ആദ്യം കിടന്നത് നമ്മളാ. കിടന്നുറങ്ങാൻ നേരത്തെ അമ്മയെ കണ്ടില്ല, ഇപ്പോഴും കണ്ടില്ല. ഇപ്പൊ ബിനു അങ്കിള് രാവിലെ തന്നെ കൊട്ടു തുടങ്ങിയെങ്കില് അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. ശോ, നാശം. ഓ, ഇവനെ കൊണ്ട് തോറ്റല്ലോ. കൊതുകും. എന്താ മുത്തശ്ശി? എന്താ മുത്തശ്ശി? എന്താ ഏട്ടാ, എന്താ പ്രശ്നം? ആ, എല്ലാവരും പള്ളിയോർക്കം ഉണർന്നോ? വിളിച്ചുണർത്താൻ വന്നതാ ഞാൻ. പോത്തുപോലെ വളർന്ന 2 ആങ്ങളമാര് വന്ദനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരാപത്ത് വന്നപ്പോ സഹായിക്കാൻ ജഗനെ ഉണ്ടായിരുന്നുള്ളൂ. ഓരോരോ ബാധ്യതകൾ ഏറ്റെടുക്കുമ്പോഴേ വീട്ടുകാരുടെ സമ്മതം കൂടി ചോദിക്കണം. അല്ലാതെ വീട്ടിലുള്ളവരെ വെല്ലുവിളിച്ച് തനിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുമ്പോ കൂട്ടിനാരും കടന്നു വരില്ല. വന്ദന തനിഷ്ടപ്രകാരല്ലേ ദിയമോളെ ഏറ്റെടുത്ത് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ നോക്കുന്നു. വീമ്പളക്കിയവളല്ലേ? അങ്ങനെയുള്ളവളുടെ ഒരു പ്രശ്നത്തിനും ഇടപെടേണ്ട കാര്യമില്ല. എന്തായാലും നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ. അതിന് നിന്റെ മഹാമനസ്കതയൊന്നും വേണ്ടി വന്നില്ലല്ലോ. വെറുതെ നാക്കിട്ടടിക്കാതെ മിണ്ടായിരിക്കടാ. മുത്തശ്ശി ഇളിങ്ങോ? ആ ജഗ ഇരിക്കും മോനെ. വാ, ഇവിടെ ഇരി. ആ, ഇവിടെ ഇരി. ഈ കുഞ്ഞിനെ രക്ഷിച്ച് നിനക്ക് കോടി പുണ്യം കിട്ടും മോനെ. രാഖിയുടെ വീട്ടിൽ നിന്നല്ലേ കുഞ്ഞിനെ കിട്ടിയേ. ഒരു തുള്ളി വെള്ളം പോലെ ഈ കുഞ്ഞിന് കൊടുത്തു കാണില്ല. സുചിത്ര, കുഞ്ഞിന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും മോളെ. ഇപ്പൊ ഉണ്ടാക്കാം അച്ഛമ്മേ. വാ മോളെ. ചെല്ലേ മക്കളെയല്ലേ. ഗോകുൽ ചേട്ടനും വാ. ഏതായാലും അടുത്ത കാലത്തൊന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോവാൻ രാഖിയും സാഗറും ധൈര്യപ്പെടില്ല. എന്നാലും ദീമോളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു പ്രത്യേക ശ്രദ്ധ വേണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. മോനെ, നിന്നോട് എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അച്ഛാ, ഈ മുത്തശ്ശിയുടെയും നിങ്ങളുടെ ഒക്കെ സ്നേഹം മാത്രം മതി എനിക്ക്. ഇന്നലെ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. നേരം വെളുത്തു. ഇനി യാത്ര പറയുന്നില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. മോനെ, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. വേണ്ടമ്മേ, അതൊക്കെ പിന്നീട് ഒരിക്കലാവാം. ശരി. എന്റെ ചേട്ടനെ നിങ്ങൾ ആണുങ്ങളെ പോലെ അല്ല, സൂപ്പർ സ്റ്റാറാ. ഓ പിന്നെ സൂപ്പർ സ്റ്റാർ. അതെ, ഒന്ന് നിന്നെ.
എന്താ വന്ദനെ? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പോഴില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സഹായ ജഗൻ ചെയ്തത്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നന്ദിയുണ്ട്. എന്റെ മുമ്പിൽ വന്ന് നന്ദി പറയുന്നത് വന്ദന തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം. അന്ന് ഭിക്ഷക്കാരിൽ നിന്ന് രക്ഷിച്ചത് മുതൽ ദൈവങ്ങളോട് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യം എനിക്കുണ്ട്. വന്ദനയ്ക്ക് മാത്രമല്ല, ദൈവമോൾ എനിക്കും പ്രിയപ്പെട്ടവളാണ്. ദൈവമോൾക്കോ വന്ദനയ്ക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ അറിയിച്ചാൽ മതി. ഏത് സമയത്ത് ഞാനെത്തും. ഇത് ജഗന്റെ വാക്കാ. ആ, അല്ലാതെ തന്നെ പല കാര്യത്തിൽ ഇടപെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി തല്ലും വഴക്കും ഉണ്ടാക്കുന്നവനാ ഞാൻ. പലപ്പോഴും ഞാൻ തല്ലുണ്ടാക്കുന്നത് കണ്ട് വന്ദന എന്നെ തെരുവുകൊണ്ടയായും തെമ്മാടിയായിട്ടൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ വന്ദനെ? ഞാൻ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കുന്നതിന്റെ ദേഷ്യവും വെറുപ്പും ഒക്കെ വന്ദനയുടെ മനസ്സിലുണ്ട്. കുറേശ്ശെയായിട്ട് ഞാൻ മാറ്റിയെടുത്തെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും വന്ദനയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നല്ല കാര്യം ചെയ്താൽ പോലും വന്ദന മുഖം വെറുപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ തെറ്റിദ്ധാരണ വെച്ച് പരിഭവിക്കുന്ന വന്ദനയുടെ മുഖം, അത് കാണാൻ എനിക്കിഷ്ടമാണ്. കാമുകിയുടെ പരിഭവിക്കുന്ന മുഖം കാണാൻ ഏത് കാമുകനും ഇഷ്ടമാണ്. കണ്ടോ കണ്ടോ, വീണ്ടും ഭാവം മാറി തുടങ്ങി. മനസ്സിൽ എന്നോടുള്ള ഇഷ്ടക്കേടുകളൊക്കെ മാറ്റിവെച്ച് മനസ്സ് തുറന്നൊരു നോട്ടം, ഒരു പുഞ്ചിരി. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഇപ്പൊ വേണ്ട. എന്നോടുള്ള വെറുപ്പുകൾ എന്നേക്കുമായിട്ട് മാറ്റിവെച്ചിട്ട് എന്നെ നല്ലവനായിട്ട് കാണുന്ന ആ ദിവസം മാത്രം മതി. ആ പുഞ്ചിരി, ആ നോട്ടം. ഞാൻ പോട്ടെ. സാഗറാണല്ലോ, ഇവനെന്താ ഈ നേരത്തെ? ഹലോ സാഗറേ. ഹലോ. എന്താ പ്രശ്നം? അതെ, ഞാൻ വീട്ടിലുള്ളപ്പോ എന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് ഞാൻ പലതവണ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? വിളിക്കണമെന്ന് കരുതിയതല്ല. പിന്നെ? പക്ഷേ സാറിന്റെ മകൻ ജഗൻ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി തെമ്മാടിത്തരം കാണിക്കുമ്പോ ഫോൺ വിളിക്കാതെ പിന്നെ മറ്റെന്ത് മാർഗമുള്ളത്? അതോ അർദ്ധരാത്രി സമയത്ത്? എന്താണോ താൻ ഈ പറയുന്നത്? ജഗൻ അതിക്രമിച്ച് കയറി തെമ്മാടിത്തരം കാണിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയടോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ജഗൻ മാത്രമല്ല, ആ മാധവൻ നായരുടെ മോൾ തലതെറിച്ച പെണ്ണുണ്ടല്ലോ, വന്ദന, അവളും ജഗനോടൊപ്പം ഉണ്ടായിരുന്നു. ബിയമോൾ എവിടെയെന്ന് ചോദിച്ചോണ്ടാ വന്നത്. വാക്കേറ്റം നടക്കുന്നതിനിടയില് ജഗൻ എന്റെ ചെകിട്ടത്തൊന്ന് അടിച്ചു. അയ്യോ! തിരിച്ചു തല്ലാനോ അവനെ കീഴ്പ്പെടുത്താനോ കഴിയാഞ്ഞിട്ടല്ല, സാറിന്റെ മകനാണല്ലോ എന്നോർത്ത് ഞാൻ ക്ഷമിച്ചതാ. ആദ്യരാത്രി സമയത്ത് ജഗനോടൊപ്പം ആ വന്ദന എന്ന് പറയുന്നവള് എങ്ങനെ വന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല.
ജഗന്റെ ബലത്തിൽ അവൾ എന്റെ അമ്മയുടെ അടുത്തും തട്ടിക്കേറി. ഹലോ കുറുപ്പ് സാർ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ജഗൻ ഞങ്ങളുടെ കുടുംബകാര്യത്തില് അനാവശ്യമായിട്ട് ഇടപെടുക. അതുകൊണ്ട് ഞാനും കുറുപ്പ് സാറും തമ്മിലുള്ള ഇടപാടുകളൊക്കെ ഞാൻ ഇവിടെ നിർത്തുക. അത് ആവശ്യമില്ലാതെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കുറുപ്പ് സാറിന് വേണ്ടിയാ. അതിന്റെ പേരിൽ ജഗന്റെ തല്ലുകൂടി ഞാൻ കൊള്ളണോ? അല്ല സാഗര, അത് ഞാൻ പറയുന്നു. അത് ഹലോ 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 ഛേ. ആരാ ഇപ്പൊ ഫോൺ വിളിച്ചേ? ചത്തു നിന്റെ അച്ഛൻ. എന്താ വേണമായിരുന്നു? എന്റെ 16 അടിയന്തരം എന്ന് നടത്തണമെന്ന് അയാൾ ചോദിച്ചത്. മര്യാദയ്ക്ക് അവിടെ എങ്ങാനും പോയിരിക്കണേ. ആരും അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. ഈ മനുഷ്യൻ എന്താ ഭ്രാന്തായോ? ആരാ വിളിച്ചത്? എന്താ സംഭവം എന്നൊന്നും അറിയാനും പറ്റുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ പാതിരാത്രിയിൽ സാഗറിന്റെ വീട്ടിൽ പോയി എന്തിനാണ് ബഹളം ഉണ്ടാക്കിയത്? ചോദിച്ചു കേട്ടില്ലേ? എന്തിനാണ് നീ സാഗറിന്റെ വീട്ടിൽ പോയി അവനെ അവിടെ ഇട്ട് തല്ലിയതെന്ന്? അച്ഛൻ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. ഇങ്ങനെ തുള്ളി വരച്ചാലൊന്നും ശരിയാവില്ല. ഞാൻ കാര്യം പറയാം. മാധവനങ്ങളുടെ വീട്ടിലെ ദിയമോളെ കാണാനെന്ന് പറഞ്ഞപ്പോ കുട്ടി അന്വേഷിച്ച് ഞാനും പോയി. തിരയാനായിട്ട് ഒരു ഇടവും ബാക്കിയില്ല. അവസാനം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വിക്രമാണെന്ന് വന്ദന സംശയം പറഞ്ഞു. അതനുസരിച്ച് വിക്രത്തിന്റെ എസ്റ്റേറ്റ് മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ദിയമോളെ കിട്ടിയില്ല. പിന്നെ സാഗറിനെ രാഖിയെന്ന സംശയം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ സാഗറിന്റെ വീട്ടിലും പോയി. അവിടെ നിന്ന് സാഗർ തട്ടിക്കൊണ്ടുപോയ ദിയമോളെ കൈയോട് പിടിക്കുകയും ചെയ്തു. അത് വലുതും സാഗർ ഫോണിൽ പറഞ്ഞോ? ഇല്ല, അത് പറഞ്ഞില്ല. പിന്നെ ദിയമോളെ അന്വേഷിച്ചാണ് നിങ്ങൾ അവിടെ ചെന്നതെന്ന് പറഞ്ഞു. പക്ഷെ ദിയമോളെ തട്ടിക്കൊണ്ടുപോയ കാര്യമൊന്നും പറഞ്ഞില്ല. അറിയില്ല. അയാൾ ഒരു തെറ്റും ചെയ്യാത്ത കേമനായി കുറ്റം മുഴുവൻ എന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു. അതും വിശ്വസിച്ചുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ കലി തുള്ളിക്കൊണ്ട് വന്നത്? അച്ഛാ, കുട്ടിയെ കണ്ടു കിട്ടുന്നതിന് മുമ്പ് ഞാനും സാഗറും തമ്മിൽ വാക്കേറ്റുണ്ടായി. എന്നെ കൊല്ലൂന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. അതുപോട്ടെ, എന്റെ അച്ഛൻ അഴിമതിക്കാരനാണ്, ആഭാസനാണ്, നെറികെട്ടവനാണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അച്ഛാ. ഞാൻ അയാളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. സ്വന്തം അച്ഛനെ കുറിച്ച് അപവാദം പറയുന്നത് മോൻ കൈയും കെട്ടി കേട്ടോണ്ട് നിൽക്കണോ? ഞാൻ അയാളെ തല്ലിയത് തെറ്റാണോ അച്ഛാ? അല്ല അത് പിന്നെ അച്ഛനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനെ ജീവനെ പോലെ സ്നേഹിക്കുന്നൊരു മകനെന്ന നിലയിൽ അച്ഛാ, അച്ഛാ, അച്ഛൻ എന്ത് ഈ ആലോചിക്കുന്നേ? അല്ല, അത് മഴയത് കാർ ആക്സിഡന്റ്. അല്ലല്ല, ഞാൻ പറയാം. അതായത് ഈ സാഗർ എന്ന് പറയുന്നവൻ മഹാത്തമ്മാടിയാണ്, ചെറ്റയാണ്, പരനാറിയാണ്. നമ്മളെ പല ഊരാക്കുടുക്കിലും പെടുത്താൻ അയാൾ വിചാരിച്ച സാധിക്കും. അതുകൊണ്ട് ഈ സാഗറിനോട് അധികം കളിയൊന്നും വേണ്ട. അതെ,
നീ സാഗറിനോട് ചുമ്മാ ഒരു സോറി അങ്ങ് പറഞ്ഞേക്ക്. സ്ത്രീകളെയും കുട്ടികളെയും മതി. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നവർ ആരായിരുന്നാലും പ്രതികരിക്കുമെന്നല്ലേ എന്റെ മോൻ പറയാൻ വന്നത്? അതെ, അതിന്റെ തിരിച്ചടി എത്ര ശക്തമായാലും ഞാനത് നേരിട്ടിരിക്കും. ഇത് ജഗന്റെ എത്തിക്സാ. അതെനിക്കറിയാം, അറിയാം. അത് ഏത് കൊലകൊമ്പനാണെങ്കിലും. അല്ല, അത്രയും വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും എൻ്റെ മോൻ അന്വേഷിക്കണ്ട, ഏറ്റെടുക്കാനും പോണ്ട. എന്താ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിലൊക്കെ ഇനി ഞാൻ പറയുന്ന മാത്രം മോൻ അന്വേഷിച്ചാൽ മതി.